നെഗറ്റീവ് ആക്കിയിട്ട് നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി എന്ന് വാദിക്കുന്ന ഒരു പക്ഷം ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. ഒരു പരിധിവരെ ഞാൻ ഇത് പറയുമ്പോൾ ഇവരെന്തായി വിളിച്ചു പറയുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ പല റിലേഷൻഷിപ്പിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രേസ്ലെറ്റ് ഇട്ടതിന് ശേഷം എനിക്കിത് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തതിന് ശേഷം എനിക്കിത് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതെനിക്ക് വേണമെന്നുള്ളൊരു കണക്ഷനായി തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത കണക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? അത് നിങ്ങൾ ഹീലാവണം. നിങ്ങൾ അവരിൽ തികച്ചും ഡിപ്പെൻഡന്റ് അല്ലാതെ ആകണം ഗൈസ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. അതായത് എനിക്ക് ഞാൻ മതി എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്ര പ്രോപ്പറായിട്ട് ഹീലായിട്ട് നിന്ന് നോക്കട്ടെ. ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വരും, പക്ഷെ നിങ്ങൾ നെവർ മൈൻഡ്. ആ ഒരു പേഴ്സണോട് സംസാരിക്കേണ്ട താല്പര്യമുണ്ടോ? ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ നിൽക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുകയാണ്. പേഴ്സൺസ് നിങ്ങളടുത്ത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആൻസൈറ്റി, ഫിയർ. അയ്യോ എന്നെ കളഞ്ഞിട്ട് പോയോ, എന്നെ കളഞ്ഞിട്ട് പോവാ, തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും പോയാൽ മതി, അയ്യോ എന്നെ വിട്ടിട്ട് പോകല്ലേ, എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണോ, അയ്യോ പോയ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള ടോണിലാണ് നിങ്ങൾ പലപ്പോഴും ഇരിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാം. നിങ്ങൾ ഡിസ്ട്രെസ് ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കണക്ഷനുമാണ്. അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ കണക്ഷനുമാണെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് റോസ് ക്വാഡ്സിനോ അല്ലെങ്കിൽ ഉന്നകൈറ്റിനോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമിലായിട്ടുള്ള ഹീലിംഗ് ക്രിസ്റ്റലിന് പോകാം. പയ്യെ നിങ്ങൾ ഹീൽ ആയെടുക്കുമ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയി തുടങ്ങും. ഓക്കെ, ആൻഡ് ഓൾസോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു പേഴ്സൺ ചില സമയങ്ങളിൽ എക്സ്ട്രീംലി ടോക്സിക് ആകാനുള്ളതായിട്ടുള്ള ഒരു ഇതുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഇന്നർ ഫേസ് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ പുറമെ ഒരു ഡ്രാമ കൈൻഡ് ഓഫ് ഫേസ് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പുറമെ നോക്കുമ്പോൾ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള, എന്ത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരുമ്പോഴും ഇപ്പൊ നിങ്ങൾ ലിവിംഗ് ആയിട്ട് ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഒരു 1 month to 2 month കണ്ടിന്യൂസ്ലി സ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ കുറച്ചൊക്കെ ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഈവൻ ഗൈസ്, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആണ്, നിങ്ങളുടെ ഡിവോഴ്സിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾക്ക് ഡിവോഴ്സ് ആകാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നില്ലായിരിക്കും, നിങ്ങളെ ഫിസിക്കലി അടിക്കുന്നു, ഇടിക്കുന്നു, ഉപദ്രവിക്കുന്നു ഒന്നും ഇല്ലായിരിക്കും. ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, ചില വ്യക്തികൾ അടിക്കുന്നു, ഇടിക്കുന്നു, ഉപദ്രവിക്കുന്നു ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇവരുടെ സൈലൻസ് പലപ്പോഴും നിങ്ങളെ കാർന്ന് തിന്നുന്നുണ്ടായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ അതിനകത്ത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പറ്റൊക്കെയാണെങ്കിൽ നിങ്ങൾ സ്വയം ഹീലാവാൻ നോക്കുക. അപ്പോ നിങ്ങൾക്ക് പതിയെ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ സാധിക്കും. കാരണം ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥ